പകൽക്കാലം വേഗത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 15-16 വാക്യങ്ങൾ. 15-16. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. നല്ല വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പക്കലുള്ളതായ തിരുവചനങ്ങൾ പഠിക്കാമോ? ക്യാൻ യു ആമേൻ ലിഫ്റ്റ് യുവർ ഹോളി ബൈബിൾ? പ്രൈസ് ഗോഡ്. എന്നോട് ചേർന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞാട്ടെ. തിരുവചനത്തിനായി സ്തോത്രം. എന്നോട് സംസാരിക്കുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എന്നെ നിലനിർത്തുന്ന ദൈവവചനത്തിനായി സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. നമുക്കറിയാം, ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, മെസ്സേജിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അറ്റ്ലാന്റയിൽ നിന്ന് പ്രിയ ജോൺസനോടും കുടുംബത്തോടും കൂടെ ഇവിടെ ആയിരിക്കാൻ ഇടയായതിൽ ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ ആൻഡ്രൂസ് പാസ്റ്ററുടെ ഭാഷയെ പറഞ്ഞാൽ നെടും തൂണുകളാണ്. അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൊയറിന് പ്രിയ സഹോദരൻ നേതൃത്വം നൽകുന്നു. ഞങ്ങളുടെ ലേഡീസ് മിനിസ്ട്രിയുടെ ട്രഷററായിട്ട് പ്രിയ സഹോദരി സുജ പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവരോട് ചേർന്ന് ഈ അമേരിക്കയിൽ ഞങ്ങൾ ആദ്യമായി ശുശ്രൂഷിച്ച സഭയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നാം വായിച്ച വേദഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ, ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. Can you read that in English? Someone can read that in English. Yeah. Wherefore God is not ashamed of them to be called their God. Amen. എന്തില്ല? ലജ്ജയില്ല. Praise God. നമുക്കറിയാം, ലോകത്തിൽ വലിയ പദവികൾ വഹിക്കുന്നവരുണ്ട്, ഉയർന്ന പൊസിഷൻസ്. The people, those who have, the highly ranked or positions. Praise God. ഒത്തിരി പദവികൾ, ഒത്തിരി ഉയർന്നവരെ, അവരിലൊക്കെ നമുക്കൊക്കെ അവരുമായി കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഒരു ബന്ധമുണ്ടെങ്കിലും, ഒരു ചെറിയ ബന്ധമുണ്ടെങ്കിലും, നമ്മളിപ്പോൾ ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വളരെ ദൂരെയുള്ള ഒരു ബന്ധുതയാണെങ്കിൽ പോലും പറയും, അതെൻ്റെ കൊച്ചമ്മയുടെ ചേട്ടത്തിയുടെ അനിയത്തിയുടെ മോൻ്റെ ഭാര്യയുടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എന്ത് ചെയ്യും? ഒരു ബന്ധം കൊണ്ട് സ്ഥാപിക്കും. എന്തിനാണെന്നറിയാമോ? ആ വ്യക്തിയുടെ ഉന്നതമായ നിലവാരത്തെ നമ്മൾ പലപ്പോഴും നമ്മളുമായി ചേർത്തൊന്ന് നിർത്തി അഭിമാനിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ഹലോ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർ അങ്ങനെ പറയുമോ? ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവൻ ഒരു ഉന്നതനായ വ്യക്തി, ഒരു വലിയ പൊസിഷനുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിക്കാനായിട്ട്, ദാറ്റ് പേഴ്സൺ ഈസ് സംബഡി ടു മീ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമാണ്. പക്ഷെ ആ വ്യക്തി നമ്മളെ നോക്കിയിട്ട് അതെൻ്റെ കൊച്ചമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ ചേട്ടൻ്റെ മരുമകളുടെ പറയുമോ? പറയത്തില്ല. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലായോ? ദൈവം പറയുക, ഞാൻ ആരാ? അവരുടെ ദൈവമാണ്. ഞാൻ പാസ്റ്റർ ഫിന്നിയുടെ ദൈവമാണ്. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിന് ഒത്തിരി പാരമ്പര്യം നമുക്ക് പറയാനുണ്ട്. ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് നമുക്ക് പറയാനുണ്ട്, കൊടുത്തതിൻ്റെ കണക്ക് പറയാനുണ്ട്. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലത്തെ ചോദ്യം ഇതാണ്: ആമേൻ, എന്ത് കൊടുത്തു? ആമേൻ. ദൈവം നോക്കിയിട്ട് ഇന്നയാൾ ഇന്നത് കൊടുത്തെന്ന് പറയുന്ന ഒരു ദൈവമല്ല. ആ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവൻ്റെ ദൈവമാണ്, ഞാൻ അവളുടെ ദൈവമാണ്, ഞാൻ ഇന്നയാളുടെ ദൈവമാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ ആമേൻ ഓർപ്പിച്ച തിരുവചന ഭാഗങ്ങൾ ആമേൻ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് ഉണ്ടല്ലോ. ആമേൻ. ദൈവത്തെ അറിയുക. ഏത് ദൈവത്തെ അറിയണം? നമ്മെ അറിയുന്ന ദൈവത്തെ നാം അറിയണം. ആമേൻ. നമ്മെ അറിയുന്ന ദൈവത്തെ നാം അറിയുമ്പോഴാണ് ദൈവം നമ്മെ നോക്കി പറയുന്നത്, ഞാൻ ഇന്നവൻ്റെ ദൈവമാണ്.
പ്രൈസ് ഗോഡ്. അബ്രഹാമിനെ ദൈവം അറിഞ്ഞു. അബ്രഹാമിനെ ദൈവം അറിഞ്ഞപ്പോൾ അവൻ കേവലം അബ്രഹാം ആ അറിവിനകത്ത് ദൈവത്തെ കൂടുതലായി അറിയുവാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. അവൻ ഒരു ദിവസം അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ആദ്യമായി അവൻ ദൈവശബ്ദം കേട്ടു. ആദ്യമായി ദൈവശബ്ദം കേട്ടു. പ്രൈസ് ഗോഡ്. ആ ശബ്ദത്തിന് മുൻപിൽ അവനെ അടിയറവ് വെച്ച് അവൻ മുൻപോട്ട് പോകുമ്പോൾ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ സന്തതി പരമ്പരകളെ കൂടെ ചേർത്ത് നിർത്തി, ഇസഹാക്കിനെയും യാക്കോബിനെയും കൂടെ ചേർത്ത് നിർത്തി ദൈവം പറയുക. പ്രൈസ് ഗോഡ്. ഇനിയും ഇവിടെ നിന്നുകൊണ്ടൊരു ചിന്തയുണ്ട്. കോരഹപുത്രന്മാർ പിന്നത്തേതിലൊരു പാട്ടുപാടി 48-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വേദഭാഗമാണ്. അവൻ പറയുകയാണ്, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇന്ന് പകൽക്കാലം അത് പേഴ്സണലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ദൈവം എൻ്റെ ദൈവമാകുന്നു, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. ഇനി ഒന്നുകൂടെ പറഞ്ഞ, കുടുംബത്തെ ഉൾക്കണ്ടുകൊണ്ട്, കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാൻ കഴിയുമോ? ഈ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ കുടുംബത്തെ ജീവപര്യന്തം വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചു, എന്തായിരിക്കും ദൈവത്തെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഞാൻ അവരുടെ ദൈവമെന്ന് പറയിപ്പിക്കുവാനിടയാക്കിയത്. പ്രൈസ് ഗോഡ്. ഹലോ, എന്തായിരിക്കും ദൈവത്തെ പ്രോംപ്റ്റ് ചെയ്തത്? എന്തായിരിക്കും ദൈവത്തെ നിർബന്ധിച്ചത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന്. ഞാനതിനായി തിരുവചന വേദഭാഗങ്ങൾ ഇങ്ങനെ പരതി നോക്കിയപ്പോൾ എനിക്കൊരു കാണുവാൻ കഴിഞ്ഞത് എന്താണെന്ന് അറിയാമോ? 18-ാമത്തെ അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണാം. സ്തോത്രം. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്നു. അവൻ കൂടാരവാതിക്കലിൽ ഇരിക്കുകയായിരുന്നു അബ്രഹാം. അനന്തരം യഹോവ അവന് വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. നോക്കിക്കേ, എവിടെ പ്രത്യക്ഷനായി? മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ അങ്ങെന്തിനാ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷനായത്? ദൈവം പറയാ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താ നീ ഇറങ്ങി വന്നതിന് പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യം? ഞാൻ വന്നത് ഞാൻ അവനോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി സംഭവിക്കാൻ പോകുന്നെന്ന് അവനെ ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ ഇറങ്ങി വന്നിരിക്കുക. എന്താ ദൈവമേ നീ ചെയ്ത വാഗ്ദത്തം? അത് നിനക്ക് സാറയിൽ നിന്ന് ഒരു തലമുറ ഉത്ഭവിക്കും. ഇത് പറയാൻ ഇറങ്ങി വരണോ ദൈവമേ? പ്രൈസ് ഗോഡ്. അതിനു മുൻപുള്ള പല വേദഭാഗങ്ങളും കാണാം, ദൈവം അവന് ദർശനത്തിൽ പ്രത്യക്ഷനായി. പ്രൈസ് ഗോഡ്. ദൈവം അവന് ദർശനത്തിൽ പ്രത്യക്ഷനായി. പക്ഷെ ഇവിടെ പറയുക, യഹോവ അവന് പ്രത്യക്ഷനായി മമ്രയുടെ തോപ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവം. എന്നെ പിടിച്ചു നിർത്തി ചിന്തിപ്പിച്ചതാ കേട്ടോ. ദൈവമേ, ഇത് നീ ഓൾറെഡി എത്രയോ പ്രാവശ്യം അബ്രഹാമിനോട് പറഞ്ഞതാ. 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം പലപ്പോഴും അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആമേൻ. ഈ വാഗ്ദത്തം പല പ്രാവശ്യം പറഞ്ഞതാണ്. ഈ 18-ാം അധ്യായത്തിൽ ഇറങ്ങി വന്ന് ഒരിക്കൽ കൂടെ അത് പറയാൻ കാരണം, അതിനൊരു കാരണമുണ്ട്. ആ കാരണം 17-ാം അധ്യായമാണ് പറയുന്നത്. 17-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിന് യഹോവന് പ്രത്യക്ഷനായി. എന്നിട്ട് അവനോട് എന്താ പറഞ്ഞറിയാമോ? നീ എനിക്കും നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. അടുത്തത്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. നീ ഇനി അബ്രഹാം എന്നല്ല നിന്നെ വിളിക്കേണ്ടത്, പിന്നെ എന്താണ്? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കയാൽ അബ്രഹാം എന്ന് പേരാകും. ഹലോ, 17-ാമത്തെ അധ്യായത്തിൽ 99 വയസ്സുകാരനായ അബ്രഹാമിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഇറങ്ങി വന്നിരിക്കുന്ന
എന്നൊരു ലക്ഷ്യമുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാൻ പോവുക. ഹലോ, സ്തോത്രം. ആ നിയമം ചെയ്തിട്ട് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും. ആ നിയമം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് കാണുവാൻ കഴിയുന്നത്. 9-10 വാക്യങ്ങൾ. ഇത് പറയുമ്പോൾ അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. തുടർന്ന് വായിക്കുമ്പോൾ അതിന് 23-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അന്ന് തന്നെ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? പരിച്ഛേദന കഴിച്ചു. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. ഹലോ, ഒന്ന് ശ്രദ്ധിക്കണമേ. അന്ന് തന്നെ. ഹലോ, ദൂത് മനസ്സിലാകുന്നുണ്ടോ? അന്ന് തന്നെ അബ്രഹാം പരിച്ഛേദനയേറ്റെന്ന് എന്ന് പറഞ്ഞാൽ 99 വയസ്സുള്ള അബ്രഹാമിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവൻ ഒരു നിയമം കൊടുത്തപ്പോൾ തിരുവചനം പറയുകയാണ്, ആ നിയമം അനുസരിക്കാൻ 2 ആഴ്ച കഴിയട്ടെന്ന് അവൻ പറഞ്ഞില്ല. എന്റെ കൂടെ കുറെ പേരുണ്ട് കർത്താവേ, അവരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി. ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമല്ലേ? പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത് ആദ്യമായി നടക്കുന്ന ഒരു സംഭവമല്ലേ? ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് കൗൺസിലൊക്കെ കൂടി കമ്മിറ്റിയൊക്കെ കൂടി ഞങ്ങളൊരു തീരുമാനമെടുക്കട്ടെ. പറഞ്ഞോ. അന്ന് തന്നെ. ഓ റിഖബര ശന്തലറബൗഡ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ ദൂത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം താനായി തന്നെ ഇറങ്ങി വന്ന് ഒരു നിയമം കൊടുത്തപ്പോൾ, ഒരു ആലോചന കൊടുത്തപ്പോൾ, ഒരു കമാൻഡ്മെന്റ് കൊടുത്തപ്പോൾ അവൻ മറ്റൊന്നും ചോദിക്കാതെ മറുതലിക്കാതെ അത് വേദനയിൽ കൂടെ പോകുന്ന ഒരു നിയമമാണെങ്കിൽ പോലും അവൻ പറഞ്ഞു, വി ആർ റെഡി ടു ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 18-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് ദർശനം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അവന് വേണ്ടി ഇറങ്ങി വന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? 17-ാമത്തെ അധ്യായത്തിൽ അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നു. ഞാനതിനിങ്ങനെ പറയും, അനുസരിക്കുന്നവന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം. Praise God. It is an act of obedience. Praise God. It is an act of faith. Amen. അതൊരു വിശ്വാസത്തിന്റെ ഒരു ആക്ഷനാണ് ആ 17-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ആമേൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ തലം അനുസരണത്തിലൂടെ തെളിയിച്ചവന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. Praise God. ആമേൻ. അത് കഴിഞ്ഞിട്ട് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാഗമർപ്പിക്കുന്ന അബ്രഹാമിനെ. ശ്രദ്ധിച്ചു കേട്ടോണേ, തിയോളജിക്കലി ഡീപ്പായത്. യാഗമർപ്പിക്കുന്ന ഒരു അബ്രഹാമിനെ കാണുവാൻ കഴിയും. ഈ അബ്രഹാം യാഗമർപ്പിച്ചെന്നൊക്കെ പറയുമ്പം ആമേൻ, നമുക്ക് എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്നാണെന്നറിയാമോ? ഇസഹാക്കിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇസഹാക്കിനെ കുറിച്ച് അതിൻ്റെ 22-ാം അധ്യായത്തിലേക്ക് വേഗം വരാം. Genesis chapter 22 verse 9. ദൈവം എവിടെ എത്തിയത്? ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവനെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ. ഹലോ, ഇസഹാക്കിന് എന്ത് മനസ്സിലായി? എൻ്റെ പിതാവ് എന്ത് ചെയ്യാൻ പോവാ? എന്നെ യാഗം കഴിക്കാം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്നെ തീർക്കാൻ പോവുക. സ്തോത്രം. കയ്യും കാലും ഒക്കെ കെട്ടി യാഗപീഠത്തിൽ കിടത്തിയെന്ന് പറഞ്ഞപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞായിട്ടാണോ? ചരിത്രകാരന്മാർ പറയുന്നത് 20 വയസ്സിനും 37 വയസ്സിനും ഇടയിൽ ഒരു പ്രായമായിക്കൊള്ളട്ടെ. ഈ ഹോമയാഗത്തിനുള്ള വിറക് ആരുടെ തലയിലാ? അപ്പൊ അത് ചുമക്കാൻ കെൽപ്പുള്ളവനാ എന്ന് പറഞ്ഞാൽ അവൻ എന്തുള്ള ആരോഗ്യമുള്ളവനാ. സ്തോത്രം. ഞാൻ അവനെ കാണുന്നത് അപ്പൻ കയ്യും കാലും കെട്ടാൻ തുടങ്ങിയപ്പം, ഹലോ,
ഹലോ, അപ്പൻ കൈയും കാലും കെട്ടാൻ തുടങ്ങിയപ്പം അവൻ നിന്നു കൊടുത്തു. നിന്നു കൊടുത്തു. അപ്പ എന്നെ കെട്ടിക്കോ, അപ്പ എന്നെ യാഗം കഴിച്ചു. അവൻ ഇസഹാക്കേ, നീ എന്താ ഇങ്ങനെ നിൽക്കാൻ കാരണം? ഞാൻ ഇസഹാക്കിനോട് ചോദിക്കുമ്പോൾ ഇസഹാക്ക് മറുപടി പറയുന്നതെന്ന് അറിയാമോ? എനിക്കൊരു കാര്യം അറിയാം, ഈ യാഗപീഠത്തിന്മേൽ എന്നെ അറുക്കുവാനായി എൻ്റെ അപ്പൻ കയറ്റുമ്പോൾ അത് എൻ്റെ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ പടിയാണ് എൻ്റെ അപ്പൻ ചെയ്യുന്നത്. ആമേൻ. എൻ്റെ അപ്പൻ കാണിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ ഒരു പടിയാണെങ്കിൽ ആ വിധേയപ്പെടുന്ന അപ്പൻ്റെ മകനായ ഞാൻ വിധേയപ്പെടാൻ തയ്യാറാണ്. Glory to God. ഇന്ന് പകൽക്കാലം ഞാൻ കുഞ്ഞുങ്ങളോടൊരു ദൂത് പറയും. To obey your parents. If you are ready to submit your parents, I mean, God will honor you. ദൈവം നിങ്ങളെ ധാരാളമായി ആദരിക്കുവാനിടയാകും. ആമേൻ. He was not resistant to his father. Amen. അവൻ പറഞ്ഞില്ല, അപ്പൊ ഇതൊന്നും ചെയ്യരുത്, അവൻ എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഇതൊന്നും അവൻ പറഞ്ഞില്ല. അവൻ നിന്നു കൊടുത്തു. Amen. ദൂത് മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കണമേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാം ആമേൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായ അനുസരണം നടത്തിയെങ്കിൽ ഇവിടെ ഇസഹാക്കിൽ കാണുന്നതെന്നറിയാമോ? ആമേൻ സബ്മിഷൻ, കംപ്ലീറ്റ് സറണ്ടർ. അതും എന്തിൻ്റെ പടിയാണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ ആമേൻ ആക്ഷനാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ കണ്ട ആമേൻ. പിന്നെ നമ്മൾ മുൻപോട്ട് കടന്നു വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് യാക്കോബിനെയാണ്. Praise God. യാക്കോബിനെ കാണുന്നത് യാബോക്ക് കടവിങ്കൽ മല്ല് പിടിക്കുന്ന ഒരു യാക്കോബിനെ അതിൻ്റെ 37-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 33-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ 32-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം. യാക്കോബ് തനിയെ ശേഷിച്ചു. ഞാൻ ഈ യാക്കോബിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യാക്കോബേ, ആമേൻ, നിന്നെ എന്തുകൊണ്ടാണ് നിന്നെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് പറയുമ്പോൾ ദൈവം ഞാൻ ദൈവമാണെന്ന് പറയാൻ കാരണം? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി, ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായി. എന്നാൽ യാക്കോബിനെ കുറിച്ച് എന്താ പറയാൻ കാരണമെന്നറിയാമോ? അത് വായിക്കുമ്പോഴാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും. ആമേൻ. ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്ക് എൻ്റെ സഹോദരന് മുമ്പിൽ പോയി നിൽക്കാനൊന്നും കഴിവില്ല. Praise the Lord. എനിക്ക് അവനെ എതിർക്കാനുള്ള കഴിവൊന്നുമില്ല. ആമേൻ. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ആമേൻ, നീ എന്നെ കാക്കണം. Praise God. എൻ്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആമേൻ എന്ന് ഞാൻ ഭയപ്പെടും. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ടും എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെയും ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. That means, ആമേൻ, വല്യപ്പൻ വിശ്വാസത്താൽ അനുസരിച്ചു. അവന്റെ മകനായ ഇസഹാക്ക് വിശ്വാസത്താൽ സബ്മിറ്റ് ചെയ്തു. ആമേൻ. അടുത്ത തലമുറ വന്നപ്പോൾ വിശ്വാസത്താൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ്റെ മുഴുവൻ ആശ്രയവും അവൻ ആ ദൈവത്തിൽ വെച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പം ആ വായിച്ച വേദഭാഗം നിങ്ങൾ വിട്ടുപോകരുത്. പറയുകയാണ്, ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. ഐ എം നോട്ട് അഷെയിംഡ് ടു ബി കോൾഡ് ആസ് ദെയർ ഗാഡ്. ആമേൻ. ആ വാക്യത്തിലെ 13-ാമത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ അവസാനിപ്പിക്കാം. കേട്ടോണം, അവർ വിട്ടു പോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, അബ്രഹാം പറയുക, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ.
അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഇല്ല, വിശ്വാസത്തിന്റെ ആക്ഷൻ നടത്താൻ, അതിന്റെ സബ്മിഷൻ നടത്താൻ, ആമേൻ, അതിനനുസരിക്കാൻ, അത് ട്രസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് അവരെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു, ഇവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ഇവരുടെ ദൈവമെന്ന് എവിടെയും എനിക്ക് പറയാം. കാരണം വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, അവർ വിട്ടുപോകുന്നതിനെ അല്ല, അവർ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒരു നല്ല ദേശത്തെ കണ്ടു. കേവലം ആമേൻ വാഗ്ദത്ത കനാനല്ല, അതിനപ്പുറത്തൊരു സ്വർഗീയ കനാനെ കാണാനൊരു ദർശനം അവർ പ്രാപിച്ചപ്പോൾ അവർ പറഞ്ഞു, ആമേൻ, ഞങ്ങളുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്കത് പറയുവാൻ കഴിയും? അവനു വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, അവനു വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അവിടെയാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, ആമേൻ, even though I walk through the valley of the shadow of darkness, I will fear no evil, because I know you are walking with me. Praise God. Amen. ഈ കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ.